ആദ്യം നമ്മൾ പോകുന്നത് പാർലമെന്റിലേക്കാണ്. കരസേന മുൻ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലിലും വ്യാപാര കരാറിലും ഇന്നും ലോക്സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയുന്നതിന് മുൻപ് തന്നെ ഇന്നലെ ലോക്സഭ പിരിയുകയായിരുന്നു. രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലായ 8 എംപിമാർ പാർലമെന്റ് കവാടത്തിൽ ധർണ തുടരും. അതേസമയം കേന്ദ്രമന്ത്രി രവനീത് ബിട്ടുവിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ചതിയൻ പ്രയോഗം BJP ആയുധമാക്കുകയാണ്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഗുഡ് മോർണിംഗ്. ഇത് രണ്ടായി തന്നെ തിരിക്കാം. നമുക്ക് ആദ്യം പാർലമെന്റിലേക്ക് വന്നാൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകുമെന്ന് കരുതിയതാണ്. പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിലേക്ക് വരില്ല എന്നാണ് തോന്നുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. ഇന്നിപ്പോൾ രാജ്യസഭയിൽ മറുപടി ഉണ്ടാവുമോ? അങ്ങനെയെങ്കിൽ ഈ ലോക്സഭയിലെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരു മറുപടി കൂടി അവിടെ പ്രതീക്ഷിക്കാമോ? അശ്രീജ, അസാധാരണ രംഗങ്ങൾക്കാണ് ഏതായാലും ലോക്സഭ കഴിഞ്ഞ 3 ദിവസം സാക്ഷ്യം വഹിച്ചത്. കാരണം നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴാണ് മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പുസ്തകത്തിലെ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം പരാമർശിച്ചതും അതിനെ ഭരണപക്ഷം ഒന്നടങ്കം എതിർത്തതും കേന്ദ്രമന്ത്രിമാർ തന്നെ നേരിട്ടിറങ്ങി രാഹുലിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഗാൽവൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈനയുടെ നീക്കം തടയാൻ കൃത്യമായൊരു മറുപടി ലഭിക്കാൻ കേന്ദ്രത്തിനുണ്ടായില്ല. മറുപടി ലഭിച്ചത് ഏറെ വൈകിയാണ് എന്നാണ് നരവനയുടെ വെളിപ്പെടുത്തൽ. അതാണിപ്പോൾ ഏതായാലും സർക്കാരിനെതിരെ വലിയ തോതിൽ രാഹുൽ ഗാന്ധി ആയുധമാക്കുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ ചൊവ്വാഴ്ചയും രാഹുൽ ഗാന്ധി അക്കാര്യം ഉന്നയിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നത് മാത്രമല്ല, മറ്റംഗത്തിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ ഭരണപക്ഷത്തിനും സ്പീക്കർക്കുമെതിരെ കോൺഗ്രസും പ്രതിപക്ഷവും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് ഏതായാലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്തൊരു കീഴ്വഴക്കം മുമ്പ് ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതെ മറ്റംഗങ്ങളെ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ല, പ്രധാനമന്ത്രിക്ക് മറുപടി പറയാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്നലെ അതിനേക്കാൾ കടന്ന് നാടകീയ രംഗങ്ങൾക്ക് കൂടി ലോക്സഭ സാക്ഷ്യം വഹിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആ പുസ്തകത്തിൻ്റെ കോപ്പിയുമായി രംഗത്ത് വന്നത്. രാഹുൽ ഗാന്ധി അതിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ തന്നെ പറയുന്നു, കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നു ഈ പുസ്തകം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്ന്. ഇതാ തൻ്റെ കയ്യിൽ ഇതിൻ്റെ കോപ്പിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉന്നയിച്ച നരവനെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം വായിച്ചത്. പക്ഷേ 2 മണിക്ക് ശേഷം ലോക്സഭ സമ്മേളിച്ചുടൻ BJPയുടെ ഭാഗത്തുനിന്ന് ചില നീക്കം, ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ സഭയിലുണ്ടായി. നിഷികാന്ത് ദുബെ, ജാർഖണ്ഡിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം കുറച്ച് പുസ്തകങ്ങളുമായി എത്തുകയും അതിലെ ഭാഗങ്ങൾ പരാമർശിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നെഹ്റുവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരാമർശിക്കാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം ലോക്സഭയിൽ ഉണ്ടാകും. ലോക്സഭ 5 മണി വരെ നിർത്തിവെക്കുകയും ചെയ്തു. 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ സഭ സമ്മേളിച്ചുടൻ തന്നെ മോദിക്കെതിരെ ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സഭ പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ എത്തുകയും ചെയ്തില്ല. ഇതാണ് ലോക്സഭയിൽ ഇതുവരെ നടന്ന സാഹചര്യം. ഏതായാലും ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം ലോക്സഭയിൽ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേക്കില്ല. ഇന്ന് ഏതായാലും പ്രധാനമന്ത്രി രാജ്യസഭയിൽ വൈകിട്ട് സംസാരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. രാജ്യസഭയിലും എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും മോദി പ്രസംഗിക്കുകയാണെങ്കിൽ വലിയ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ നടത്തിയേക്കും. സാധാരണഗതിയിൽ പ്രതിപക്ഷം ഈ സഭാ കാലയളവിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രധാനമന്ത്രി മറുപടി പറയാറുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിഷികാന്ത് ദുബെയെ BJP തന്നെ ഭരണപക്ഷം തന്നെ ഉപയോഗിച്ച് സഭ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നെന്ന വാദം അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിഷികാന്ത് ദുബെ ഇത് ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ ചട്ടം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയറിലുണ്ടായിരുന്ന അംഗം അക്കാര്യം എതിർക്കുകയും ചെയ്തു. അതായത് ചില പുസ്തകങ്ങളൊന്നും തന്നെ പരാമർശിക്കാൻ പാടില്ല എന്നുള്ള ചട്ടമാണ് അവർ ഉദ്ധരിക്കുകയും ചെയ്തത്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ കടന്നു പോവുകയാണ്. അതേസമയം തന്നെ മറുവശത്ത് മറ്റൊരു വിഷയം കൂടി പ്രതിപക്ഷത്തിനെതിരെ BJP ആയുധമാക്കുകയാണ്. അത് രവനീത് സിംഗ് ബിട്ടുവും രാഹുൽ ഗാന്ധിയും ഇന്നലെ പാർലമെന്റ് കവാടത്തിൽ വെച്ച് നടത്തിയ തർക്കമാണ്. ആ തർക്കത്തിൽ രാഹുൽ ഗാന്ധി ഒരു ചതിയനായ മുൻ സുഹൃത്ത് വരുന്നു
എന്ന് പറയുകയുണ്ടായി. അതിന് ബിട്ടു മറുപടി നൽകുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഷെയ്ക്ക് ഹാൻഡിന് ശ്രമിച്ചു, പക്ഷേ അതിനായി അദ്ദേഹം തയ്യാറായില്ല. പകരം ദേശദ്രോഹികളെന്ന വാക്ക് ബിട്ടുവും ഉപയോഗിച്ചു. ഇതിന് രാഹുൽ ഗാന്ധിയെ പ്രകോപനത്തിൽ നയിച്ച പ്രധാനപ്പെട്ട കാര്യം റവനീത് സിംഗ് ബിട്ടു 2024 വരെ കോൺഗ്രസിലായിരുന്നു. രാഹുൽ ബ്രിഗേഡ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ സജീവമായ ശേഷം അദ്ദേഹം കൊണ്ടുവന്ന നേതാവാണ് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ കൊച്ചുമകൻ കൂടിയായ റവനീത് സിംഗ് ബിട്ടുവിനെ. ഏതാണ്ട് 2007 ബിട്ടു കോൺഗ്രസിൽ സജീവമായി തന്നെ ഇടപെടുന്നത്. 2009 മുതൽ അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. അനന്ത്പൂർ സാഹിബിൽ നിന്ന് 2009 വിജയിച്ചു. അതിനുശേഷം 2014 19 ലുധിയാനയിൽ നിന്ന് പാർലമെന്റിലെത്തി. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബിട്ടു BJP-യിലേക്ക് പോകുന്നതാണ് കണ്ടത്. അതിലാണ് ആ ഒരു അമർഷം രാഹുൽ ഗാന്ധിക്കുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ലുധിയാനയിൽ അമരീന്ദർ രാജയോട് അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ രാജ്യസഭയിൽ എത്തിക്കുകയും കേന്ദ്രമന്ത്രിയുമാക്കുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയും ബിട്ടുവും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് അത്തരമൊരു പരാമർശം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ അത് സിഖ് സമുദായത്തെ അഭിമാനിച്ചു. സിഖ് സമുദായത്തോടുള്ള കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിന്റെ സമീപനമാണ് അത് വ്യക്തമാക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് BJP നേതാക്കൾ ഈ ഘട്ടത്തിൽ രംഗത്ത് വരികയാണ്. 84-ലെ സിഖ് കലാപം അടക്കമുള്ള കാര്യങ്ങൾ അവർ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അതായത് രാകേഷ്, അത് ആ പാർലമെന്റ് കവാടത്തിലെ ഒരു തർക്കം എന്നതിൽ നിന്ന് മാറി അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ മാനം കൊടുത്ത് മറ്റൊരു വിവാദമാക്കി മാറ്റുക എന്നൊരു ബോധപൂർവമായ ലക്ഷ്യം കൂടി BJP-യുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം ഇപ്പോൾ ഈ വിവാദത്തിനൊപ്പം ഒരു മറുവിവാദം കൂടി BJP സൃഷ്ടിക്കുകയാണ്. കാരണം സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ശ്രമം നടക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന അതിർത്തിയിലെ വിഷയം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സിഖ് സമുദായത്തെ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെയും 2019 തന്നെ പ്രചാരണ കാലത്ത് പല ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് പഞ്ചാബിൽ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ഇത്തരത്തിൽ 84-ലെ കലാപമൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗങ്ങളിലൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ആ വിഷയം സജീവ ചർച്ചയാക്കുകയാണ്. കാരണം ബിട്ടു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഖലിസ്ഥാൻ ഭീകരവാദികളാലാണ്. അപ്പോൾ ആ വിഷയത്തിലൊക്കെ തന്നെ ഖലിസ്ഥാനെതിരെയൊക്കെ തന്നെ ശക്തമായ നിലപാട് ബിട്ടു പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബിട്ടുവിനെതിരായ നീക്കം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 84-ലെ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക, അത് അത്തരം നീക്കമാണ് ഒരു BJP-യുടെ ഭാഗത്ത്, ഒരു മറുതന്ത്രമാണ് ഇപ്പോൾ BJP-യുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം ഡൽഹിയിൽ നിന്നുള്ള പല മന്ത്രിമാർ ഒപ്പം തന്നെ BJP-യുടെ വക്താക്കളൊക്കെ തന്നെ ആ വിഷയമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ശ്രീജ.